ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ഈദ് ഹോളിഡേയ്സ് ഒരു 1 വീക്കോളം നമുക്കിവിടെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ദിവസങ്ങളിൽ ഞങ്ങളൊരു റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷാർജ കോർണിഷയ്ക്ക് അടുത്തുള്ള മാർബല്ല റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകളും ഞങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. Give me your strength and show me your weakness. We're in this together now. We're in this together now. Give me your love and tell me your secrets. 'Cause we're in this together now. Yeah, we're in this together now. അപ്പോൾ നമ്മൾ അവിടുത്തെ റിസപ്ഷൻ ഏരിയയിലോട്ട് പോവാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഒരു ടോൾ ബിൽഡിങ് കൺസെപ്റ്റേ അല്ല കേട്ടോ. ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത് ഫുൾ വില്ലകളാണ്. ഞങ്ങൾ ഇതുവരെ ഒരു വില്ലയിൽ സ്റ്റേ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഞങ്ങൾ ഇപ്പോഴും അല്ലാത്ത സാധാരണ ഹോട്ടൽ പോലത്തെ അങ്ങനത്തെ ടൈപ്പ് റിസോർട്ടുകളിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ടോട്ടലി വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ കാണുന്നതെല്ലാം ഓരോരോ വില്ലകളാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ഞങ്ങൾ ഇറങ്ങിയില്ല, ഹസ്ബൻഡ് തന്നെയാണ് ഇറങ്ങിയത്. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. ഫ്രണ്ടിൽ ബഗിയിൽ പോകുന്ന ആളെ ഫോളോ ചെയ്താണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വില്ലയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ഒരു വില്ലയിൽ നിൽക്കുന്ന പോലെ തന്നെ ഓരോ വില്ലയ്ക്കും ഓരോ കാർ പാർക്കിംഗ് ഉണ്ട്. സെപ്പറേറ്റ് എല്ലാവരും സാധാരണ റിസോർട്ടിൽ പോകുമ്പോൾ ഇടുന്ന പോലെ ഒരു കാർ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നടന്നു പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് നേരെ നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കാറ് പാർക്ക് ചെയ്യാം. പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇത് ഷാർജയുടെ സെൻട്രലാണ്. പലപ്പോഴും ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ റിസോർട്ട് ഇതിനുള്ളിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരു വില്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മുടെ വില്ല എത്തി. ആൾ കാണിച്ചു അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഈ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന നമ്മുടെ വില്ല. അപ്പോൾ നമ്മുടെ വില്ലയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. അപ്പോൾ രാത്രിയിലൊക്കെ ഞങ്ങൾ ഡിന്നർ ഓപ്ഷൻ പുറത്തുനിന്നായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾക്ക് വണ്ടി എടുത്ത് പോകാനൊക്കെ ഭയങ്കര സൗകര്യമല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ നമ്മൾ ബുക്ക് ചെയ്ത കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വില്ലയിലോട്ട് പോവാണ്. പിന്നെ എൻ്റെ അമ്മയുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പം ഞങ്ങളൊരു 2 ബെഡ്റൂം വില്ലയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വില്ലയുടെ ഫ്രണ്ടിൽ തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയയും പിന്നെ സ്വിമ്മിംഗ് പൂളും ഒക്കെ അടുത്തായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ 2 ബെഡ്റൂം വില്ല. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വില്ലയുടെ ടൂറ് കാണിക്കാം. അപ്പോൾ ഇതാണ് ലിവിങ് റൂം കം ഡൈനിങ് റൂം. പിന്നെ ഓപ്പൺ കിച്ചൺ ആണ്. ഒരു ഓപ്പൺ കൺസെപ്റ്റ് ആണ് കേട്ടോ എല്ലാം തന്നെ. പിന്നെ വലിയൊരു ഫുൾ ലെന്ത് വിൻഡോ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ സിറ്റ് ഔട്ടിൽ നല്ലൊരു ടേബിളും ചെയറും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട്. പിന്നെ ഈ ഒരു സോഫ എന്ന് പറയുന്നത് സോഫ കം ബെഡാണ് കേട്ടോ. വലിയൊരു സോഫ കം ബെഡാണ്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് സൈസ് ഡൈനിങ് ടേബിളും ചെയറും ഉണ്ടായിരുന്നു. എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഫയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നല്ലൊരു TV യൂണിറ്റും TVയും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാഴ്ചയായിരുന്നു കേട്ടോ അപാരം. നമ്മൾ ഫ്ലാറ്റിൽ നിന്നൊന്നും കാണുന്ന ഒരു ടൈപ്പ് കാഴ്ചയല്ലല്ലോ. വില്ലയിൽ നിന്ന് കാണുമ്പോൾ നമ്മളൊരു വീട്ടിൽ നിന്ന് കാണുന്നൊരു കാഴ്ച എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. ഇനി നമുക്ക് കിച്ചൺ കാണാം. ഓപ്പൺ കിച്ചൺ ആണ്. ഒരു കിച്ചണിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓവനുണ്ട്, സ്റ്റൗ ഉണ്ട്, പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം വെള്ളവും പിന്നെ നമുക്ക് സാധാരണ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പ്ലേറ്റ്, സ്പൂണ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ ലിവിങ് റൂമിൻ്റെ സൈഡിലാണ് ഗസ്റ്റ് ബെഡ്റൂമും ബാത്റൂമും പിന്നെ അവിടെ ഒരു മിനി ഫ്രിഡ്ജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മറ്റൊരു ഹോളാണ്. അപ്പം നമ്മൾ 2 ബെഡ്റൂം വില്ല എടുത്തുകൊണ്ട് തന്നെ 2 ലിവിങ് റൂമുണ്ട്. ഇത് ചെറിയൊരു TV റൂം എന്നാണ് അവർ പറഞ്ഞത്. കുട്ടികൾക്കൊക്കെ TV കാണാനും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ ലിവിങ് റൂമാണ്. പക്ഷെ എന്നാലും അത് അടിപൊളിയായിട്ട് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്നും നല്ലൊരു ഡോറുണ്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. അവിടെ നിന്നുള്ള വ്യൂവും അപാരമായിരുന്നു കേട്ടോ. നല്ല ഗ്രീനറിയും മരങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രീസിലൊക്കെ കാണുന്ന ടൈപ്പ് ബിൽഡിംഗ് സ്റ്റൈലാണ് ഇവിടെ. ഞാൻ ഔട്ട്ഡോർ കാണിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഒരു ഗ്രീസ് ടച്ചൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ അവിടുന്ന് ഓപ്പോസിറ്റ് ആണ് ഇവിടുത്തെ ഗസ്റ്റ് ബാത്റൂം. അത്യാവശ്യം നല്ലൊരു ബാത്റൂമാണ്. നല്ലൊരു കോമ്പാക്ട് സൈസ് ബാത്റൂം എന്ന് പറയാം കേട്ടോ. പിന്നെ ഈ ബാത്റൂമിനോട് ചേർന്നാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം. ഗസ്റ്റ് ബെഡ്റൂമും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു കോമ്പാക്ട് സൈസ് ബെഡ്റൂമാണ്.
ആണ്. കബോർഡും കാര്യങ്ങളും നല്ലൊരു മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഇവിടുന്ന് നല്ലൊരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ കാറ് കിടക്കുന്നത്. ഇനി നിങ്ങളെ ഞാൻ മാസ്റ്റർ ബെഡ്റൂമും ബാത്റൂമും കാണിക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ലിവിംഗ് റൂമിൻ്റെ മറ്റ് സൈഡിലാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമാണ്. കബോർഡൊക്കെ ആയിട്ട് നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയും നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയുണ്ട്. പിന്നെ അവിടെയും TV ഉണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു നല്ല ഡോർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ അപാരമാണ്. ഇനി ഞാൻ നിങ്ങളെ ഈ വില്ലയുടെ ഔട്ട്ഡോർ ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഇതാണ് ഒരു സിറ്റിംഗ് ഏരിയ. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നല്ല ചെയർ ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് പ്ലേ ഏരിയ. നമുക്ക് കിട്ടിയ വില്ലയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഇത്രയും അവിടുന്ന് കാണുന്ന ഇവിടം തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ വില്ലയാണ്. അതിനപ്പുറത്തുള്ളത് മറ്റു വില്ലയാണ്. പിന്നെ എന്താ നല്ല കിളികളുടെ ഒച്ചയും. ഈ ഷാർജ സിറ്റിക്ക് നടുക്കാണെങ്കിലും നമ്മൾ സിറ്റിയിലാന്നേ പറയില്ല. അപ്പോൾ ഈ കാണുന്ന ബ്രൗൺ ഡോർ തൊട്ട് അങ്ങേ അറ്റത്തെ ബ്രൗൺ ഡോർ വരെയുള്ളതാണ് നമ്മുടെ വില്ല. പിന്നെ ഈ കാണുന്ന ഓപ്പോസിറ്റ് കാണുന്ന റൂമാണ്, അതാണ് ജിമ്മ്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂൾ. ഈ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂൾ. ഇനി ഞാൻ നിങ്ങളെ പൂള് കാണിക്കാം. നമുക്ക് കിട്ടിയ വില്ലയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പൂള്. അപ്പോൾ ഇതാണ് പൂൾ ഏരിയ. നല്ലൊരു പൂൾ ഏരിയ ആണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് സൈസ് പൂൾ ഏരിയ ആണ്. കിഡ്സ് പൂളും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് പൂളിൻ്റെ ആ ഒരു ക്ലിപ്പ് എടുത്തതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വില്ലയിൽ വന്നിട്ട് ചെറിയ കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ പൂളിലോട്ടൊക്കെ പോയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കിച്ചണിൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ കിച്ചണിൽ നല്ലൊരു വ്യൂ ഉണ്ട്, ചെറിയൊരു വിൻഡോ ഉണ്ട്. പിന്നെ കിച്ചണിൽ നിന്ന് നമുക്ക് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ലിവിങ് റൂമും എല്ലാം തന്നെ കാണാം. പിന്നീട് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഔട്ട്ഡോറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിൽ തന്നെയാണ് പ്ലേ ഏരിയ. അപ്പം പിന്നെ മോന് അങ്ങോട്ട് പോയി പ്ലേ ഏരിയയിൽ കുറച്ച് നേരമൊക്കെ കളിക്കുകയാണ്. പിന്നീട് ഞങ്ങളെല്ലാവരും സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് പൂളിൽ ഇറങ്ങാനായിട്ട് പോവാണ്. കിഡ്സ് പൂളാണ് കേട്ടോ ഇത്. കിഡ്സ് പൂൾ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കിഡ്സ് പൂളിന് ഉള്ളുവശമൊക്കെ കാണാനായിട്ട്. കറക്റ്റ് ഒരു ഗ്രീസിലെയൊക്കെ ഒരു ആർക്കിടെക്ചർ പോലെ നല്ല ഭംഗിയായിട്ട് അവരത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൂളിൽ കുറേ നേരം കളിച്ചതിനൊക്കെ ശേഷം ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ മാറി ബാക്കിയുള്ള റിസോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങിയേക്കുവാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല നല്ല ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വില്ലയുടെ ബാക്ക് സൈഡ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പോകാൻ വില്ല. എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ തോന്നും കേട്ടോ. അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ഒരു റിസോർട്ടാണ്. കാണുന്നതെല്ലാം ഓരോ വില്ലകളാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ഷാർജ കോർണിഷയാണ്. പിന്നെ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. ഗേറ്റ് ഉണ്ട്. ഇവിടുത്തെ നൈറ്റ് വ്യൂവും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഓപ്പോസിറ്റുള്ള സിറ്റി സ്കൈ ലൈനൊക്കെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉള്ള വ്യൂ ഒക്കെ സൂപ്പറായിരുന്നു. നൈറ്റിൽ പൂളിൽ നിന്നുള്ള വ്യൂവും പൂൾ ഏരിയയും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ. പിന്നീട് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. ഇനി നാളത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല കിളികളുടെ ഒച്ചയാണ് കേട്ടോ. മോൻ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിസോർട്ടിൻ്റെ ഔട്ട്ഡോറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. കുറച്ച് കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടത് കാണിക്കാം നിങ്ങളെ അവിടെ.
കാണുന്നതൊക്കെ ഓരോരോ വില്ലകളാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ പേര്, മാർബല്ല റിസോർട്ട്. കറക്റ്റ് സിറ്റിക്കുള്ളിലാണ് കേട്ടോ. റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ നമ്മുടെ ഷാർജ സിറ്റിയാണ്. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഫുഡൊന്നും ഞാൻ ഡീറ്റെയിൽ കാണിക്കുന്നില്ല. നമ്മുടെ എല്ലാ റിസോർട്ടിലും കിട്ടുന്ന പോലെയൊക്കെ തന്നെയായിരുന്നു. നല്ല ഫുഡായിരുന്നു എല്ലാ കാര്യങ്ങളും. പിന്നെ ഫുഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു, കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ റൂമിൽ പോയിട്ട് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി വീണ്ടും പൂളിലേക്കാണ് പോകുന്നത്. പിന്നീട് അതിനുശേഷം പൂളിൽ കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ചെക്കൗട്ട് ചെയ്തു. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു റിസോർട്ടായിരുന്നു. അപ്പം പോകാൻ പറ്റുന്നവരൊക്കെ പോവുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ. ബൈ.